നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന വിഷയം പൂയം നക്ഷത്രക്കാരുടെ മുൻജന്മ വിശേഷമാണ്. ഈ പൂയം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു എന്ന ഒരു കാര്യമാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് ഈ വീഡിയോയിൽ. കഴിഞ്ഞ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർ ആരായിരുന്നു? ഇവരുടെ പൂർവജന്മ രഹസ്യം എന്താണ്? ഇത് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ അത് വിശ്വാസികളായിരിക്കണം. ഈ വീഡിയോ കാണുന്നവർ വിശ്വാസികളായിരിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അവിശ്വാസികൾ ഈ വീഡിയോ കണ്ടാൽ ഞാനിത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണെന്ന് പറയും. ഇത് ഞാനായിട്ട് പറയുന്ന കാര്യമല്ല. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ പൂർവജന്മത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർ പൂർവജന്മത്തെ പറ്റി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ഒരു അംശം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഈ വീഡിയോ വിശ്വാസികൾ കണ്ടാൽ വളരെ നല്ലതായിരിക്കും, അവിശ്വാസികൾ കാണണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളുടെ 5-ാം ഭാവം കൊണ്ടും അയാളുടെ 9-ാം ഭാവം കൊണ്ടും, ഈ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വ പുണ്യഭാവം, അതേപോലെ തന്നെ 9-ാം ഭാവം കൊണ്ടും, 9-ാം ഭാവം ഭാഗ്യത്തിന്റെയും അതേപോലെ തന്നെ പൂർവ്വ കാര്യങ്ങളുടെയും ഭാവമാണ്. 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും, 12 എന്ന് പറഞ്ഞ മോക്ഷത്തിന്റെയും അതേപോലെ പാപത്തിന്റെയും ഒക്കെ ഭാവമാണ്. അപ്പൊ ആ 12-ാം ഭാവം കൊണ്ടും ഒരു ജാതകൻ അയാൾ മുൻജന്മത്തിൽ ആരായിരുന്നു സാധാരണ ഒരു ജ്യോത്സ്യന് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊരു സാമാന്യമായ ഫലമാണ് ഞാനിത് പറയുന്നത്. ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ ഇടുന്നത്. ഓരോ വ്യക്തികളും ഓരോ സമയങ്ങളിൽ ഓരോ ലഗ്നത്തിൽ ജനിച്ചവരായിരിക്കും. അവരുടെ ഭാവങ്ങളും പല വിധത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ജാതകം കൂടി ഒത്തു നോക്കിയാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പലരും ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറഞ്ഞു വരും. ചിലപ്പോൾ പറയുന്നവർക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ഗോചരപരമായി സാമാന്യമായി ഉണ്ടാകുന്ന ഫലമാണ്, അതായത് മുൻജന്മത്തിൽ ആരായിരുന്നു എന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായി കാണാൻ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം വീഡിയോ ഇങ്ങനെ തള്ളി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. ആയതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഓരോ നക്ഷത്രക്കാരുടെയും പൂർവജന്മ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അവർ പലരും പല നക്ഷത്രത്തിൽ ജനിച്ചവരായിരിക്കുമല്ലോ. അതുകൊണ്ട് അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് കിടക്കാം. പൂയം നക്ഷത്രമാണ്. അപ്പൊ പൂയം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു എന്നാണ് വിഷയം. ഭാഗ്യനിർഭരമായ ഒരു പൂർവജന്മമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉള്ളത്. ഭാഗ്യനിർഭരമായ ഒരു
ജന്മരഹസ്യമാണ് ഇവരുടെ മുൻജന്മത്തിലുള്ളത്. നക്ഷത്രങ്ങളിൽ ഏറ്റവും പരിശുദ്ധമെന്ന് കരുതപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പൂയം. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ജന്മ നക്ഷത്രമാണിത്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ജന്മനക്ഷത്രം. ജ്യോതിഷത്തിൽ നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന് പൂയത്തെ വിശേഷിപ്പിക്കാറുണ്ട്. വളരെ സവിശേഷമായ പൂയം നക്ഷത്രക്കാർ പുനർജന്മത്തിൽ ആരായിരുന്നു, അവരുടെ ജീവിതത്തിൽ കാണുന്ന അച്ചടക്കവും കാരുണ്യവും ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഈ നക്ഷത്രത്തിന്റെ ദേവത ഞാൻ നേരത്തെ പറഞ്ഞു, ബൃഹസ്പതിയും ഇതിന്റെ അധിപൻ ശനിയുമാണ്. മുൻജന്മത്തിൽ വളരെ കൃത്യനിഷ്ഠ ഉള്ളവരായിരുന്നു ഈ പൂയം നക്ഷത്രക്കാർ. മറ്റുള്ളവരെ സഹായിക്കാൻ ജന്മം ഒഴിഞ്ഞു വെച്ചവരായിരുന്നു എന്നും നമുക്ക് പറയാം ഇവർ കഴിഞ്ഞ ജന്മത്തിൽ. ഈ ജന്മത്തിലും ഇവർ മോശക്കാരൊന്നുമല്ല. കഴിഞ്ഞ ജന്മത്തിലും ഇതേപോലെ തന്നെ ഇവർ വളരെയധികം പരിശ്രമശാലികളും മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹം ഉള്ളവരുമായിരുന്നിരിക്കും. പൂയത്തിന്റെ 5ാം ഭാവം വൃശ്ചികമാണ്. പൂയ നക്ഷത്രത്തിന്റെ 5ാം ഭാവം വൃശ്ചികമാണ്. അതുകൊണ്ട് ചിന്തിച്ചാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവരായിരുന്നു എന്നും കാണാം. ഇവരുടെ 9ാം ഭാവം മീനമാണ്. അതുകൊണ്ട് ചിന്തിച്ചാലും ഇവർ കഴിഞ്ഞ ജന്മത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നവരാണ് എന്ന് പറയാം. ആത്മീയ ചിന്തകരോ അതുപോലെ തന്നെ മറ്റ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തിരുന്നവരോ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ഇവർ നല്ല വാഗ്മികളോ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്തിരുന്നവരോ ആയിരിക്കാം. അതായത് നല്ലൊരു ഗുരുനാഥനായിരിക്കാം ഇവർ. പൊതുവെ ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ഈ പൂയം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആത്മീയ ഗുരുക്കൾ അല്ലെങ്കിൽ ജനക്ഷേമത്തിനായി ജീവിച്ചിരുന്നവർ, വലിയൊരു കുടുംബത്തെ സംരക്ഷിച്ചിരുന്നവർ, മുൻജന്മത്തിൽ നിന്നും ഇവർ ഈ ജന്മത്തിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഇവരുടെ ക്ഷമയാണ്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഇവർ, ഞാൻ പറഞ്ഞല്ലോ, ഇവർ പൊതുവെ നല്ല വാഗ്മികളും അല്ലെങ്കിൽ ഗുരുക്കന്മാര്, അതേപോലെ തന്നെ ജനക്ഷേമത്തിനായി പ്രവർത്തിച്ചിരുന്നവർ, ഇതൊക്കെ ആയിരിക്കാനാണ് സാധ്യത കഴിഞ്ഞ ജന്മത്തിൽ. അപ്പൊ ഇതുകൊണ്ട് ഈ കഴിഞ്ഞ ജന്മത്തിലെ ഗുണം ഈ കഴിഞ്ഞ മുൻജന്മത്തിൽ നിന്നും ഇവർക്ക് ഈ ജന്മത്തിലേക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഇവർക്ക് കൈമുതലായുള്ള ഒരു നക്ഷത്രക്കാരാണ്. ഇതിവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കിട്ടിയ ഒരു കാര്യമാണ്. അതുകൂടാതെ ഇവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് ഇവരുടെ ക്ഷമയാണ്. നല്ല ക്ഷമാശാലികളാണ് ഇവർ. ഏത് തളർച്ചയിലും പതറാതെ നിൽക്കാനും മറ്റുള്ളവർക്ക് തണലേകാനും ഇവർക്ക് കഴിയുന്നത് അവരുടെ പൂർവ ജന്മപുണ്യം കൊണ്ടാണ്. അപ്പൊ ഈ പൂയം നക്ഷത്രക്കാരുടെ മുൻജന്മ വിശേഷങ്ങൾ, ഈ വിശേഷങ്ങൾ എന്ന വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.